ഡോക്ടർ, നമ്മളിപ്പോ പ്രമേഹത്തെ കുറിച്ച് പറയാം. പ്രമേഹം ഉള്ളവർക്ക് ഈ ട്രീറ്റ്മെന്റ് പ്രമേഹം വളരെ കൂടുതൽ, പ്രമേഹം ഉള്ളവർക്കെന്നല്ല, പ്രമേഹം അൺകൺട്രോൾഡ് ആയിട്ട് കൊണ്ടു നടക്കുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയവും നമുക്കൊരു 150 മേളിൽ, ഒരു 180 മേളിലാണ് പ്രമേഹം ഏത് സമയം അങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യണതെങ്കിൽ ഇതിന്റെ സക്സസ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, അതിന്റെ ലോങ് ടേം സക്സസ് എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ കൊണ്ടുള്ള സക്സസ് കുറവായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മോണ പോയി ഇതുണ്ട്. അങ്ങനെയുള്ളവരിൽ പോലും വളരെയധികം ശ്രദ്ധിക്കുന്നു. ഇപ്പൊ ഞാൻ 2-3 പേർക്ക് അവർക്ക് ആഗ്രഹം കാരണം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലർ ആയിട്ട് 3 മാസം കൂടുമ്പോൾ അവർ ക്ലീൻ ചെയ്ത് ചെക്കപ്പ് നടത്തി മെയിൻറ്റെയിൻ ചെയ്ത് അവരുടെ ബ്ലഡ് ഷുഗറിനെ വളരെ മെയിൻറ്റെയിൻ ചെയ്ത് ഡയറ്റ് എല്ലാം കറക്റ്റ് ചെയ്തു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ നല്ലതാണ്. പക്ഷെ അവരതുപോലെ ശ്രദ്ധിക്കണം. അവർ പെട്ടെന്നൊന്ന് കിടന്നുപോയി, അവർക്ക് ഇത് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഇത് ഫെയിൽ ചെയ്യാം. അങ്ങനെ ഡെബിലിറ്റേറ്ററി ഡിസീസസ് ഉള്ളവർക്ക് സാധാരണ ഞങ്ങൾ അത് അഡ്വൈസ് ചെയ്യാറില്ല. പിന്നെ അവരുടെ ആഗ്രഹം കാരണം, അവർ ഭംഗിയായിരിക്കണം എന്നുള്ള ആഗ്രഹം കാരണം വരുവാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണ പൊങ്ങി വരില്ല. വളരെയധികം മോണ പൊങ്ങിയിരിക്കുകയാണ്, പല്ലെല്ലാം കുനിഞ്ഞിരിക്കും, മോണ വളരെയധികം പൊങ്ങിയിരിക്കും, മോണ വെളിയിൽ കാണുന്നു, ചിരിക്കുമ്പോഴത്തേക്കും വളരെയധികം മോണ കാണുന്നവരില്ല. അങ്ങനെയുള്ളവരിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഭംഗിയില്ല. കാരണം നമ്മൾ പല്ലുകളുടെ ആംഗുലേഷൻ ആണ് മാറ്റുന്നത്. അങ്ങനെയുള്ളവർക്ക് പിന്നെ ഓർത്തഡോണ്ടിക്സ് ആണ് നല്ലത്. പല്ല് കമ്പിയിട്ട് താഴ്ത്തുന്നു, അല്ലെങ്കിൽ ഈവൻ ഓർത്തോഗ്നാറ്റിക് സർജറി. അത് മോണ കവർ ചെയ്യാൻ പറ്റില്ല, ആ ട്രീറ്റ്മെന്റ് നടത്താൻ പറ്റില്ല. മോണ ഇല്ലാതാക്കാനുള്ള, മോണ ഇല്ലാതാക്കാൻ വേണ്ടി പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ്. ഒന്ന് മോണ തന്നെ റെഡ്യൂസ് ചെയ്ത് കളയുക, അതായത് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. 2 നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ലിപ്പിന്റെ ലെങ്ത് കൂട്ടാം, അഥവാ അതിനെ മറയ്ക്കാനുള്ള വഴി. അതെല്ലാം സർജിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്. അതൊരു ചെറിയ സമയം കൊണ്ട് തീരുന്ന ട്രീറ്റ്മെന്റ് അല്ല എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് സമയം എടുത്ത് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ പലപ്പോഴും ഉണ്ടാകുന്ന വെച്ചാൽ ചിലപ്പോൾ മോണ കാണുന്നതിന്റെ കാരണം പല്ലുകൾ പൊങ്ങി നിൽക്കണമായിരിക്കും. വളരെയധികം പല്ല് പൊങ്ങി നിന്നിട്ട് അവർക്ക് എന്ത് ചെയ്താൽ കൂട്ടാകാം. അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് വേണമെങ്കിൽ പല്ല് താഴ്ത്തി കഴിഞ്ഞാൽ കുറെ അളവ് വരെ നമുക്ക് പല്ല്. മോണ പൊങ്ങിയ കേസുകളിൽ എൻസ്കോപ്പ് ട്രീറ്റ്മെന്റ് അത്ര നല്ല സക്സസ്ഫുൾ അല്ല. പിന്നെ നമുക്കുള്ള ബുദ്ധിമുട്ട് പലപ്പോഴും ഈ യങ് ഏജിലുള്ള 20 വയസ്സുള്ളവർക്കും ആഗ്രഹം ഇതെങ്ങനെയും അത് അങ്ങനെയുള്ളവർക്ക് നമ്മൾ സാധാരണഗതിയിൽ അഡ്വക്കേറ്റ് ചെയ്യാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിൽ ഗ്രോത്ത് കംപ്ലീറ്റ് ചെയ്യണം. ഗ്രോത്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പല ചേഞ്ചസ്, ഫേഷ്യലുള്ള ചേഞ്ചസും വരണം. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. പിന്നെ നമ്മൾ പലപ്പോഴും പറയണ പോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഭാഗം ഇതിന്റെ കോസ്റ്റ് ഇൻവോൾവ് ആണ്. അങ്ങോട്ട് വരുന്ന നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, മെഡിടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ. ഹലോ സർ, പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ, ഇത് ഷാജി. എവിടുന്ന് വിളിക്കുന്നു? ഷാജിയാണ്. പറഞ്ഞോളൂ. നിലമ്പൂരാണ്. പറഞ്ഞോളൂ ഡോക്ടർ. നമ്മളെ ഈ പല്ലിലേ മുന്നിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നില്ല. ഇപ്പൊ റൈറ്റ് സൈഡിലൊക്കെ നമ്മള് കോമ്പല്ലൊക്കെ ചെറുത് നമുക്ക് പിന്നെ ഒന്ന് ഇപ്പോഴത്തെ പുതിയ സിസ്റ്റം പ്രകാരം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും ചെയ്യാലോ. ആ പല്ലുകളെ നമുക്ക് താഴ്ത്തി എടുക്കാവുന്നതാണ്. അതെ ഡോക്ടർ, അത് 2 അത് പറിച്ചെടുത്തതിന് ശേഷം അവിടെ നേരെ ഒപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? അത് പറിച്ചു കളയണമെന്ന് എന്താ നിർബന്ധം? നമ്മുടെ പല്ലുകളല്ലേ, അതവിടെ നിന്നോട്ടെ, എന്നിട്ട് തന്നെ ശരിയാക്കി എടുക്കാം. പല്ല് പറിച്ചിട്ട് താത്തണമെന്ന് നിർബന്ധമുണ്ടോ? പറിച്ചിട്ട് പറിച്ചിട്ട് വേറൊരു പല്ല് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് പല്ല് വയ്ക്കാം. പക്ഷെ നമ്മുടെ ഒരു പല്ല് പറിച്ചു കളഞ്ഞിട്ട് താഴ്ത്തേണ്ട അത്ര ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ എത്ര വയസ്സുണ്ട്? 38 years. അപ്പൊ 38 വയസ്സല്ലേ ഉള്ളു. അതിന് മുമ്പ് പല്ലൊക്കെ പറിച്ചു തുടങ്ങേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ സാർ, ഓക്കെ, വിളിച്ചത് നന്ദി. ഡോക്ടർ, നമ്മൾ ഇപ്പൊ ഈ ട്രീറ്റ്മെന്റ് വളരെ യങ്സ്റ്റേഴ്സിനും അത് കഴിഞ്ഞിട്ടുള്ളവർക്കായാലും വളരെ ബെനിഫിഷ്യൽ ആയിട്ടൊരു ട്രീറ്റ്മെന്റ് ആണ്. ഒരാഴ്ച കൊണ്ട് പല്ല് താഴ്ത്തി കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇനി നമുക്ക് അറിയേണ്ടത് അതിന്റെ കോസ്റ്റ് ആണ്. കാരണം എല്ലാവർക്കും അഫോർഡബിൾ ആണോ ഇതെന്നുള്ളത് അറിയേണ്ടത്. അതെ, ഇത് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പല മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അഥവാ നമ്മൾ ഈ പല്ല് താഴ്ത്താൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഈ പല്ലിനെ അവിടെ പിടിച്ചു നിർത്താൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനെ ഒരുമിച്ച് ബൈൻഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഉണ്ട്. ഈ മെറ്റീരിയൽസിന്റെ പല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് നമുക്ക് തിരഞ്ഞെടുക്കാം. ആ ഇത് തിരഞ്ഞെടുക്കുന്നതനുസരിച്ച് ഈ കോസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? അതൊരു നമുക്ക് ഒരു എത്ര പല്ലിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ടൂത്ത് സ്പെസിഫിക് എന്ന് പറയും. ഒരു മുഖത്തിനനുസരിച്ച് നമ്മള് പല്ലുകളെ നേരെയാക്കുന്നതാണല്ലോ ഈ ട്രീറ്റ്മെന്റ്. അപ്പൊ എത്ര പല്ലുകൾ ഇൻവോൾവ് ആണെന്നുള്ളതാണ്. അതല്ലാതെ നമ്മൾ ഒരു പല്ല് കമ്പി ഇടുന്നതിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഫുൾ പല്ല് എല്ലാത്തിന്റെയും കൂടെ ഒരു പാക്കേജ് പോലെയാണ് പലപ്പോഴും ചെയ്യുന്നത്. ഇതങ്ങനെയല്ല. എത്ര ഓരോ പേഷ്യന്റിനും എത്ര, ഇപ്പൊ അദ്ദേഹം പറഞ്ഞു റൈറ്റ് സൈഡിലെ കുറച്ച് പല്ലുകൾ, ഒരു 3-4 പല്ലുകളിലാണ് അവർക്ക് പ്രോബ്ലം, അത് പൊങ്ങിയിരിക്കുകയാണ്.
അപ്പൊ അത് അദ്ദേഹത്തിന് അന്നേരം ലെഫ്റ്റ് സൈഡിൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരാൻ സാധ്യതയില്ല. അപ്പൊ ആ റൈറ്റ് സൈഡ് മാത്രം ഭംഗിയാക്കി എവിടെയാണ് ആ പല്ലുകളിലാണ് ട്രീറ്റ്മെന്റ് നടത്തേണ്ടത്. പക്ഷെ പലപ്പോഴും കാണുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഞങ്ങളുടെ അടുക്ക വരാറുള്ളത് സാറ് മുകളിലത്തെ പല്ലാണ് പൊങ്ങി, എല്ലാവർക്കും അതാണ് മുകളിലത്തെ പല്ലുകളാണ് പൊങ്ങിയിരിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ താഴത്തെ പല്ലുകളായി ചിലപ്പോൾ അവര് കാണുന്നത് മുകളിലത്തെ പല്ലായിരിക്കണമെങ്കിലും താഴത്തെ പല്ല് ചെന്ന് കുത്തുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഈ പല്ലുകൾ പൊങ്ങി. അങ്ങനെ വരുമ്പോൾ താഴത്തെ പല്ലുകളും താഴണം. എത്ര പല്ലുകൾ ചെയ്യണം എന്നനുസരിച്ചിരിക്കും ഇതിന്റെ ട്രീറ്റ്മെന്റ് കോസ്റ്റ്. അപ്പോൾ ഒരു പല്ലിന് ഒരു 4000 രൂപ മുതൽ ഒരു 6000 രൂപ 10,000 രൂപയുടെ മെറ്റീരിയൽ അത് നിങ്ങൾക്കുള്ള ചോയ്സാണ്. ഒരു പല്ലിന് എത്ര രൂപ മുടക്കണമെന്നുള്ളത് നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. അത് എത്ര പല്ല് ചെയ്യണമെന്നുള്ളത് ഞങ്ങളുടെ ഇതായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡോക്ടർ കണ്ടതിന് ശേഷം ട്രീറ്റ്മെന്റിന്റെ എത്ര പല്ല് ചെയ്യണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കണമെങ്കിൽ ആ ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്തതിന് ശേഷമാണ്. അത് മാത്രമല്ല അതിനു മുമ്പ് തന്നെ ഇപ്പൊ ട്രീറ്റ്മെന്റ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും നിങ്ങൾ ഇങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഇപ്പൊ മറ്റുള്ളവരെ കാണിച്ചു തരാം, ഇപ്പൊ ഇത് ചെയ്ത ആള് ഇങ്ങനെ ഇരുന്നു അത് ഇതുപോലെ ആയി എന്ന് കാണിക്കാം, അതൊരു വശം. അത് മാത്രമേ അത് നിങ്ങൾക്കൊരു പ്രചോദനം നൽകി. ഇത് നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് വ്യത്യാസം വരുമെന്ന് പല്ലുകളിൽ പറ്റുന്ന വ്യത്യാസം കാണിക്കാൻ പറ്റില്ല, മുഖത്ത് വരുന്ന വ്യത്യാസം നമുക്ക് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. നേരത്തെ കമ്പ്യൂട്ടറിൽ ഫോട്ടോ എടുത്തിട്ട് കമ്പ്യൂട്ടറിൽ കൊടുത്തു കഴിയുമ്പോൾ എന്തോരം വ്യത്യാസം വരുമെന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കാം.